ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് വേദകാലത്തെ കുറിച്ചാണ്, വേദിക് ഏജിനെ കുറിച്ചാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മെറ്റൽ ഏജ് ആണ്, അതിന്റെ സ്റ്റേജസിലാണ് വേദിക് ഏജസ് ഇൻക്ലൂഡ് ആവുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രീവിയസ് സെഷനിൽ നമ്മൾ മെറ്റൽ ഏജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് മെറ്റൽ ദാറ്റ് ഇസ് യൂസ്ഡ് ബൈ ഹ്യൂമൻ എന്ന് പറയുന്നത് ഏത് മെറ്റലാ മക്കളെ? ഇറ്റ് ഇസ് കോപ്പർ. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഓരോ ബ്രോൺസ് ഏജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വെങ്കല യുഗത്തിലാണ് ഈ ഒരു നാഗരികതയുടെ പുതു കാൽവെപ്പ് നടത്തിയത് അല്ലെ, അർബനൈസേഷൻ അല്ലെ. ആ ഒരു ബ്രോൺസ് ഏജിന്റെ കൂടെ ഡെവലപ്പ് ചെയ്തു വന്ന സിവിലൈസേഷൻ ഏതാണ്? ഇറ്റ് ഈസ് ഹാരപ്പൻ സിവിലൈസേഷനും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദകാലത്തെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം അല്ലെ, വേദകാലം എന്ന് പറയുമ്പോൾ വേദിക് സംഗതി, ബ്രാഹ്മിൻസ് ഒക്കെയാണ് ആ ഒരു ടൈമിൽ വേദിക്കിന് വലിയ തരത്തില് ഒരു ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവന്നത് അല്ലെ. അപ്പോ അവര് വേദിക് അവരുടെ എന്താ പറയാ വലിയ ബുക്സ് ആയിട്ടുള്ള വേദിക് ബുക്സ് ആയിട്ടുള്ള ഋഗ്വേദ, അഥർവവേദ, സാമവേദ എന്നുള്ളത്, യജുർവേദ, അങ്ങനെയുള്ള വേദങ്ങൾ ഒക്കെ ബ്രാഹ്മിൻസ് പഠിച്ചിരുന്നത് ആദ്യഘട്ടം അവര് സ്കൂളിൽ പോയിട്ടല്ലായിരുന്നു. എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെ നാച്ചുറൽ സറൗണ്ടിങ്സിൽ ഇരുന്നിട്ട് ഒരു സ്വാമി ഉണ്ടാവും അല്ലെ, അവരെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിന്റ് ഉണ്ടാവും. അവരായിരിക്കും എല്ലാ തരത്തിലുള്ള മന്ത്രങ്ങൾ വേദാസ് ഒക്കെ അവരെ പറയിപ്പിക്കുന്നത്. ഓക്കെ, ഓറലി ആയിരുന്നു ആദ്യം തുടങ്ങിയത് വേദിക് ടീച്ചിങ്സ് ഒക്കെ, പിന്നെയല്ലേ റിട്ടേൺ ആയിട്ടുള്ള ഋഗ്വേദ പോലെ ബുക്സ് ഒക്കെ വന്നപ്പോ അതിലൂടെയായി ടീച്ചിങ്സ് ആയി മാറിയത്. അപ്പൊ നമുക്ക് വേദിക് ഏജ് അല്ലെങ്കിൽ വേദകാലത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു. അങ്ങനെ ബ്രോൺസ് ഏജ് ഡെവലപ്പ് ചെയ്തപ്പോ, വെങ്കല യുഗം ഡെവലപ്പ് ചെയ്തു വന്ന സംസ്കാരമായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. അങ്ങനെ വെങ്കല യുഗം അവസാനിച്ച് നിന്നപ്പോ പിന്നെ അതിന്റെ ഒരു തകർച്ചയായി അല്ലെ. ഈ ഒരു ഏജ് എന്ന് പറയുന്നത്, വേദിക് ഏജ് എന്ന് പറയുമ്പോൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയായപ്പോ ആ ഒരു സപ്തസിന്ധു റീജിയനിൽ സെറ്റിൽ ചെയ്യാൻ വന്നിട്ടുള്ള അല്ലെ, താമസിക്കാൻ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആരായിരുന്നു? ആര്യന്മാരായിരുന്നു അല്ലെ, ബ്രാഹ്മിൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ എന്ന് പറയുന്നത്. അവരുടെ ഭാഷാ രീതി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ഒരു ഭാഷയാണ് അവർ സംസാരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ the Aryans entered the Sapta-Sindhu region. Okay, and they spoke a language. This Aryan spoke a language that belonged to Indo-European family of language എന്നാണ് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ there entered Aryans. They spoke a language that belongs to Indo-European language family എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇനി വേദിക് കൾച്ചർ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് തരംതിരിക്കാം. പണ്ടത്തെ വേദിക് കൾച്ചറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിൽക്കാല വേദിക് കൾച്ചറും ഡിഫറെന്റ് ആണ്. പണ്ട് ഏർലി വേദിക് കൾച്ചറിൽ അവരുടെ ബുക്സ് എന്ന് പറയുന്നത് ഋഗ്വേദയായിരുന്നു അവരുടെ ടീച്ചിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോ അഥർവവേദ, യജുർവേദ, സാമവേദ, യജുർവേദ പോലുള്ള ബുക്സ് ആയിരുന്നു ടീച്ചിങ്സിന് വേണ്ടി യൂസ് ചെയ്തത് അല്ലെ. ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ആദ്യ വേദകാലത്തിലും പിൽക്കാല വേദകാലത്തിലും വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ എന്ന് വെച്ചാൽ ആര്യന്മാരുടെ ജന്മദേശം അല്ലെ, ഇത്തരത്തിലുള്ള ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ഒരു ഭാഷയാണ് ആര് പറയുന്നത്? ആര്യന്മാര് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആര്യന്മാരുടെ ജന്മദേശം മധ്യ ഏഷ്യയിലാണെന്ന് നമുക്ക് കണക്കിലാക്കാം. Okay, it is based on the linguistic evidence. Aryans are believed to be the natives of Central Asia. Okay, പിന്നെ വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ അവരുടെ മെയിൻ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞു, പാലിയോലിത്തിക് ഏജിലൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈൽ, ആ ഒരു ആദിമ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതി കാണണമെങ്കിൽ കേവ് പെയിന്റിങ്സിലൂടെ നമുക്ക് മനസ്സിലാവുമെന്ന്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലുള്ള അവരുടെ ബ്രാഹ്മിൻസിന്റെ, ആര്യൻസിന്റെ ലൈഫ് സ്റ്റൈൽ ഒക്കെ അറിയണമെങ്കിൽ ഈ വേദാസിലൂടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്നാണ് പറയുന്നത്. ഓക്കെ,
അതിനാൽ ഈ കാലത്തെ വേദകാലം എന്ന് വിളിക്കുന്നു. വേദത്തിലൂടെ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ പറ്റുന്നതോടെ വേദിക് ഏജ് എന്ന് പറയുന്നു. ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് രൂപം കൊണ്ടത്? BCE 1500-നും 600-നും ഇടയിലാണ് വേദകാലം എന്ന് പറയുന്നത്. ഏത് ടൈമിലാ മക്കളെ? ഇറ്റ് ഈസ് BCE 1500-നും 600-നും ഇടയിലാണ് കേട്ടോ. It is therefore this period is called as Vedic age because it falls between 1500 BCE and 600 BCE. Okay. And next, it is the ഈ ഒരു മരത്തിന്റെ കീഴില് കുറെ ശിഷ്യന്മാരുണ്ടാവും. ഒരു വാൽമീകി പോലെ ഒരാളുണ്ടാവും എല്ലാ ടീച്ചിങ്സ് ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സ്വാമി ഉണ്ടാവും, ഒരു സെയിന്റ് ഉണ്ടാവും. എല്ലാ മന്ത്രാസും വേദിക് സൂത്രാസ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്തിലൂടെയാണ്? ഈ ഒരു ഓറലി ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഈ ഒരു പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വേദകാലത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ മക്കളെ? ഇറ്റ് ഈസ് ആദ്യകാല വേദകാലം. ആദ്യകാല വേദകാലം എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ രചിച്ച പുസ്തകം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദം അല്ലെ, ഋഗ്വേദ രചിച്ച ഒരു കാലം എന്ന് പറയുന്ന ആദ്യകാല വേദകാലാണ് അല്ലെ. ഏർലി വേദിക് പീരീഡ്, the period when Rigveda was composed. Okay, and next it is പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ യജുർ, സാമ, അഥർവ വേദ was composed. Okay, later Vedic period എന്ന് പറയുമ്പോൾ the period when യജുർ, സാമ അല്ലെങ്കിൽ അഥർവ വേദാസ് were composed. Okay. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് വേദിക് ഏജ് ആണ്. ഏതൊക്കെയാ മക്കള് പറഞ്ഞേ? ഏർലി വേദിക് ഏജ് where Rigveda was composed and later Vedic age where Samaveda, Yajurveda, Samaveda, Atharvaveda was composed. Okay. അപ്പൊ ഈ ഒരു ഘട്ടത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യകാല വേദകാലം അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏർലി വേദിക് ഏജ് തുടങ്ങിയത് എവിടെ വെച്ചാണ്? ഈ ആര്യന്മാർ എവിടേക്കാണ് എത്തിപ്പെട്ടത്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സാപ്ത സിന്ധു പ്രദേശം അല്ലെ. അതുപോലെ തന്നെ അവിടെ നിലനിന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഇടയ സമ്പത്ത് വ്യവസ്ഥ, പാസ്റ്ററൽ എക്കണോമിയാണ് അവിടെ എക്സിസ്റ്റ് ചെയ്തത്. പിന്നെ അവിടെ ജീവിച്ച ആളുകൾ എന്ന് പറയുന്ന എന്ത് ടൈപ്പ് ഓഫ് ആളുകൾ? അന്ന് ആര്യന്മാര് അർദ്ധ നാടോടികളായിരുന്നു, സെമി നൊമാഡ്സ് ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദേ ലിവ്ഡ് ഇൻ സൗത്ത് സിന്ധു റീജിയൻ, ദേ ലിവ്ഡ് എ പാസ്റ്ററൽ എക്കണോമി ആൻഡ് ദേ വർ സെമി നൊമാഡ്സ്. ഓക്കെ, ആ ഒരു കാലഘട്ടത്ത് സ്ത്രീകളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമായിരുന്നു ആദ്യ വേദകാലത്തില് എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൻ ഇൻ ഏർലി വേദിക് പീരീഡ്. അതുപോലെ തന്നെ കാട് വെട്ടിത്തളിച്ചും തീയിട്ടും കൃഷി ചെയ്തുമാണ് ആളുകൾ ജീവിച്ചിരുന്നത് ആദ്യ വേദകാലത്തില്. The forest was cleared and burnt for cultivation. Okay, പിന്നെ നെക്സ്റ്റ് ഫീച്ചർ ഓഫ് ഏർലി വേദിക് പീരീഡ് എന്താണ്? നിരവധി ഗോത്രങ്ങൾ ചേർന്ന് ഒരു സമൂഹമായിരുന്നു ആദ്യ വേദകാലം. The society consisted of many tribes. Okay, അപ്പൊ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് മക്കളെ? ആദ്യകാല വേദകാലം എന്നതിന്റെ സവിശേഷതകളാണ്. സപ്ത സിന്ധു റീജിയനിലാണ് അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടായത്. പിന്നെ ഒരു പാസ്റ്ററൽ എക്കണോമി അല്ലെ, സമ്പത്ത് ഇടയ സമ്പത്ത് വ്യവസ്ഥയാണ് അവിടെ നിലനിന്ന് പോയിരുന്നത്. അവിടെ ജീവിച്ച ആര്യന്മാർ സെമി നൊമാഡ്സ് ആയിരുന്നു, അർദ്ധ നാടോടികളായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് നല്ല ഒരു സ്ഥാനം, വലിയ സ്ഥാനം തന്നെ അവിടെ ലഭിച്ചിരുന്നു അല്ലെ. ഹയർ സ്റ്റാറ്റസ് ഫോർ വിമൻ, കാട് വെട്ടിത്തെളിച്ചും ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് for cultivation and society were consisted of many tribes. വലിയ കുറെ ഗോത്രങ്ങൾ കൂടിയ ഒരു ട്രൈബാണ് അവിടെ നിലനിന്നിരുന്നത് അല്ലെ. കുറെ ഗോത്രങ്ങൾ കൂടിയ ഒരു സൊസൈറ്റി ആയിരുന്നു അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത് എന്നും മക്കള് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ അവിടെയുള്ള യാഗങ്ങൾ, സാക്രിഫൈസസ് ഒക്കെ എങ്ങനെയായിരുന്നു? യാഗങ്ങൾ എന്ന് പറയുന്നത് ലളിതവും ഓരോ കുടുംബനാഥന് ചെയ്യാവുന്നതുമായിരുന്നു ഏർലി വേദിക് പീരീഡിൽ അല്ലെ. യാഗാസ് അല്ലെ,
sacrifices were simple in manner and it could be done by the head of the family. ആ കുടുംബത്തിന്റെ നാഥന് തന്നെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള യാഗങ്ങളായിരുന്നു അവിടെ ചെയ്തു പോന്നിരുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കുക. പിന്നെയോ സെക്കൻഡ് ഫീച്ചർ ഓഫ് ഏർലി വേദിക് ലൈഫ് ഇറ്റ് ഈസ് പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. പ്രകൃതിദത്തമായിട്ടുള്ള മരങ്ങളെ ഒക്കെ അവർ ആരാധിച്ചു പോന്നവരായിരുന്നു അല്ലെ. നാച്ചുറൽ ഫോഴ്സസ് were worshipped during the time of early Vedic life എന്ന് മക്കള് മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് ഹയർ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. സാപ്ത സിന്ധു റീജിയനിലായിരുന്നു അവരുടെ ഉദ്ഭവം. പിന്നെ അർദ്ധ നാടോടികളായിരുന്നു, സെമി നൊമാഡ്സ് ആയിരുന്നു അവര്. അർദ്ധ സമ്പദ് വ്യവസ്ഥ അല്ലെ, പാസ്റ്ററൽ എക്കണോമി ആയിരുന്നു അവർ ലീഡ് ചെയ്തത്. കാട് വെട്ടിത്തെറിച്ചും കൃഷി ചെയ്തുമാണ് അവർ ജീവിച്ചിരുന്നത് അല്ലെ. യാഗാസ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഹെഡ് ഓഫ് ദി ഫാമിലി ആയിരുന്നു അത് ലീഡ് ചെയ്തത്. ഓക്കെ എന്നാണ് മക്കളെ മനസ്സിലാക്കേണ്ടത്. ഇനി ഏർലി വേദിക് ലൈഫ് പിൽക്കാല വേദകാലവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കിയാലോ. ഇറ്റ് ഈസ് ലേറ്റർ വേദിക് പീരീഡ് ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? ഗംഗാ സമതലം വരെ വ്യാപിച്ചു അവരുടെ കൺട്രോൾ എന്നാണ് പറയുന്നത്. കൃഷിക്ക് പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടമായിട്ട് മാറി. പിന്നെ സ്ഥിരവാസ ജീവിതം നയിക്കാൻ തുടങ്ങി ആര്യന്മാര്. സെമി നൊമാഡ്സിൽ നിന്ന് സെറ്റിൽഡ് ലൈഫിലേക്ക് അവര് വന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഏർലി വേദിക് പീരീഡ് സാപ്ത സിന്ധു റീജിയൻ ആണെങ്കിൽ ലേറ്റർ വേദിക് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തത് അപ് ടു ഗംഗറ്റിക് പ്ലെയിൻ വരെയാണ്. അഗ്രികൾച്ചർ ബിക്കം occupation of that people and they led a settled life അല്ലെ. അവിടെ അർദ്ധ നാടോടികളായിരുന്നെങ്കിൽ ഇവിടെ സ്ഥിരവാസ ജീവിതം നയിച്ചു ആര്യന്മാര് അല്ലെ. പിന്നെ ഈ ഒരു ടൈമിൽ സ്ത്രീകളുടെ പദവിക്ക് നല്ല രീതിയിൽ മങ്ങലേറ്റു എന്നാണ് പറയുന്നത്. മറ്റേല് ഹയർ സ്റ്റാറ്റസ് ആയിരുന്നു. പിന്നെയോ ഈ ഒരു ലേറ്റർ വേദിക് ഏജിൽ ഇരുമ്പിന്റെ ഉപയോഗം കൂടി, യൂസ് ഓഫ് അയൺ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, പിന്നെ ഈ ഒരു ടൈമിലാണ് ലേറ്റർ വേദിക് ഏജിലൊക്കെ വർണ്ണ സിസ്റ്റം വലിയ ജാതി വ്യവസ്ഥ വന്നു. ഓക്കെ, വർണ്ണ സിസ്റ്റം ബിക്കേം സ്ട്രോങ്ങർ ഇൻ ദിസ് ഏജ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ആളുകൾ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഏജ് ആണ്. ഗംഗറ്റിക് പ്ലെയിനിലായിരുന്നു ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിന്റെ ഉദ്ഭവം. പിന്നെ എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് അത്ര വലിയ സ്റ്റാറ്റസ് ഒന്നും അന്നില്ലായിരുന്നു. പിന്നെ ഇരുമ്പിന്റെ ഉപയോഗം കൂടിയ ഒരു കാലഘട്ടം, വർണ്ണ സിസ്റ്റം വന്ന കാലഘട്ടമാണ് പിൽക്കാല വേദിക് ഏജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യ വേദകാലത്തിൽ എന്ന് പറയുമ്പോൾ യാഗാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വീട്ടിലെ ഹെഡ് തന്നെ ചെയ്താൽ മതിയായിരുന്നു. വീട്ടിലെ തലവനായിട്ടുള്ള ആള് മാത്രം ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു. പക്ഷെ ഇവിടെ ലേറ്റർ വേദിക്കാലം ആവുമ്പോൾ യാഗങ്ങൾ എങ്ങനെയായി? യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി അല്ലെ. യാഗ സാക്രിഫൈസസ് ബിക്കം കോംപ്ലിക്കേറ്റഡ് ആൻഡ് ബിക്കം എക്സ്പെൻസീവ്. പിന്നെയോ യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അധികാരമായി. ബ്രാഹ്മിൻസ് എന്ന് പറയും വലിയ സെക്ഷൻ ഓഫ് ആളുകളുടെ മാത്രം, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സാക്രിഫൈസസ് ആയി മാറി. പിന്നെയോ the yagas became the privilege of a particular section എന്ന് പറയാൻ കാരണം അതാണ്. പിന്നെ പ്രത്യേക ആരാധനാ മൂർത്തികൾ രൂപപ്പെടുന്നു. പല ഇതിലുള്ള ഡെയ്റ്റീസ് ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെയോ വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം ഇവിടെയായിരുന്നു. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ് വുഡ് ബി സീൻ ഇൻ ദിസ് ലേറ്റർ വേദിക് പീരീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഗംഗറ്റിക് പ്ലെയിനിൽ എക്സ്റ്റെൻഡ് ചെയ്താണ് പിൽക്കാല വേദിക് കാലം അല്ലെ. പിന്നെ അഗ്രികൾച്ചർ അവിടെ ഒക്യുപ്പേഷൻ, സെറ്റിൽഡ് ലൈഫ് അവർ നയിച്ചു. യാഗാസ് എന്ന് പറയുന്ന വളരെ സങ്കീർണവും കോംപ്ലിക്കേറ്റഡുമാണ് എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? അവർക്ക് പ്രത്യേക ആരാധനാ മൂർത്തികൾ ഉണ്ടായിരുന്നു. പിന്നെ വർണ്ണ സിസ്റ്റം കൊണ്ടുവന്നു അല്ലെ. അങ്ങനെയുള്ള വർണ്ണ സിസ്റ്റം, അതുപോലെ തന്നെ അയണിന്റെ യൂസ്, ഇരുമ്പിന്റെ ഉപയോഗം ഇവിടെ കൂടി. അതും ഈ ഒരു വേദിക് ഏജിന്റെ പ്രത്യേകതയാണ്. ഇത് സാക്രിഫൈസസ് ആണ് അല്ലെ. ഒരു സെക്ഷൻ, പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി മാത്രമാണ് സാക്രിഫൈസസിൽ ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ, യാഗങ്ങളൊക്കെ പ്രത്യേക തരം ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു പിക്ചറൈസേഷൻ ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, പിന്നെന്താണ്? മാനവ ചരിത്രത്തിന്റെ തുടക്കവും കാലക്രമത്തിൽ ഉണ്ടായ വികാസങ്ങളുമാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ കണ്ടത് അല്ലെ. ഇൻ ദിസ് ലെസൺ വി സോ ദ ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. മാനവ ചരിത്രത്തിന്റെ തുടക്കമാണ് നമ്മൾ ഇതിൽ കണ്ടത്. ആൻഡ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. മനുഷ്യൻ എങ്ങനെയാണ് വികസിച്ച് വന്നത്, അതിന്റെ ഘട്ടങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കണ്ടത്. പല സമയത്തുള്ള മനുഷ്യ പ്രോഗ്രസ് അല്ലെ, ഹ്യൂമൻ പ്രോഗ്രസ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. ആ ഒരു ടൈമിൽ ആളുകൾ എവിടൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്? പാലിയോലിത്തിക് ഏജിലെ കാട്ടിലും
ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് അല്ലെ, ലിവിങ് ഇൻ ഫോറസ്റ്റ്, കേവ്സ് ആൻഡ് ട്രീ ഹാൾസ് ആൻഡ് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി അല്ലെ, ഹ്യൂമൻസ് ദേ ബ്രേവിങ് നാച്ചർ ആൻഡ് ആനിമൽസ്. പിന്നെ വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം അല്ലെ, ഇറ്റ് ഈസ് ഹ്യൂമൻസ് ഡിസ്കവേർഡ് ആൻഡ് ഇൻവെന്റഡ് വാട്ട് ദേ നീഡഡ്. മനുഷ്യർ തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി അല്ലെ. ഇറ്റ് ഈസ് ഹ്യൂമൻസ് ഡിസ്കവേർഡ് ആൻഡ് ഇൻവെന്റഡ് വാട്ട് ദേ നീഡഡ് ആൻഡ് യൂസിങ് ദെയർ റീസണിങ് കപ്പാസിറ്റി ആൻഡ് ഇന്റലിജൻസ്. പിന്നെയോ പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തില്ലേ. എന്ന് വെച്ചാൽ അവർക്ക് വികസിപ്പിക്കണമെങ്കിൽ അവർ തന്നെ ടെക്നോളജിക്കലി സാങ്കേതിക വിദ്യകൾ വലിയ മാറ്റം കൊണ്ടുവന്ന് പ്രോഗ്രസ് ഉണ്ടാക്കി അല്ലെ. ആസ് ദേ അഡ്വാൻസ്ഡ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചേഴ്സ് വെയർ ഫോർമുലേറ്റഡ് ബൈ സിവിലൈസ്ഡ് ഹ്യൂമൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ 21ാം നൂറ്റാണ്ടിൽ എത്തിച്ചേരും എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെ. മാനവ ചരിത്രത്തിന്റെ വിവിധ വികാസ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആ പാലിയോലിത്തിക് ഏജിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്ര ടെക്നോളജി കൈവരിച്ചു അല്ലെ, മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പോഴാണ് അല്ലെ. സ്റ്റാൻഡിങ് ഇൻ ദ 21st century, turning back to the many periods of human history, we are able to know and understand the extent of human progress എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ പറഞ്ഞേ? വേദിക് ഏജിനെ കുറിച്ചാണ് അല്ലെ. വേദിക് ഏജ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് വേദിക് ഏജ് എന്ന് പറയുമ്പോൾ വേദകാലം അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞു വേദിക് ഏജ് എന്ന് പറയുമ്പോൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വേദിക് ഏജ് എന്ന് പറയുമ്പോൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏർലി വേദിക് ഏജും ലേറ്റർ വേദിക് ഏജും അല്ലെ. ഏർലി വേദിക് ഏജും ലേറ്റർ വേദിക് ഏജും നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ. അതാണ് മെയിൻലി ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ വേദിക് കൾച്ചർ, ആര്യൻസിന്റെ ഇത്. ഓക്കെ, അപ്പൊ നമ്മള് ആര്യൻസിന്റെ എൻട്രി, സാപ്ത സിന്ധു റീജിയനിൽ ആര്യൻസ് വരികയും അല്ലെ. ആഫ്റ്റർ ദ നമ്മുടെ ഏത് സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് വേദിക് ഏജ് ഫോം ചെയ്തത്? It is after the decline of Harappan civilization അല്ലെ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളാണ് ആര്? ആര്യൻസ് എന്ന് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ. ആൻഡ് ദേ സ്പോക്ക്, അവർ പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ഏത് ഇതിലുള്ളതാണ്? ഏത് ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്? ഇൻഡോ യൂറോപ്യൻ ഫാമിലി ലാംഗ്വേജ്. ദേ സ്പോക്ക് one of the language included in ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലുള്ള ഒരു ഭാഷയാണ് ആര്യന്മാർ സംസാരിക്കുന്നത് അല്ലെ. ഇൻഡോ യൂറോപ്യൻ ഫാമിലി. പിന്നെ ഈ ഒരു വേദിക് ഏജ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏർലി വേദിക് ഏജ് ആൻഡ് ലേറ്റർ വേദിക് ഏജ് അല്ലെ. ഓക്കെ, ഓക്കെ. വേദിക് ഏജസ്, വേദകാലം രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ മക്കളെ? ആദ്യ വേദകാലം, പിൽക്കാല വേദകാലം അല്ലെ.
ആദ്യ വേദകാലത്തെ കുറിച്ച് നമുക്ക് ഫസ്റ്റ് പറയാം അല്ലെ. ഫസ്റ്റ് വൺ ഏർലി വേദിക് ഏജ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏർലി വേദിക് ഏജ് എന്ന് പറയുമ്പോൾ അത് ഇവോൾവ് ചെയ്തത് എവിടെയാണ്? സാപ്ത സിന്ധു റീജിയനിലാണ് അല്ലെ. ഇറ്റ് ഈസ് ഇവോൾവ് ഇൻ സാപ്ത സിന്ധു. ഓക്കെ, സാപ്ത സിന്ധു റീജിയൻ. ഓക്കെ, അവിടെ ഉള്ളതെന്ന് വെച്ചാൽ സ്ഥിരം താമസക്കാരായിരുന്നോ? സെമി നൊമാഡ്സ് ആയിരുന്നു അല്ലെ. താൽക്കാലികമായി താമസിച്ചവർ സെമി നൊമാഡ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു ടൈമിൽ സ്ത്രീകൾക്ക് നൽകിയ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വുമൻ. ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇറ്റ് ഈസ് ലേറ്റർ വേദിക് ഏജ്. ഓക്കെ, ലേറ്റർ ബി. ലേറ്റർ വേദിക് ഏജ് ഡെവലപ്പ് ചെയ്തത് എവിടെയാണ്? ഗംഗറ്റിക് പ്ലെയിൻ അല്ലെ. ഇറ്റ് എക്സ്റ്റെൻഡഡ് ടു ഗംഗറ്റിക് പ്ലെയിൻ അല്ലെ. ഗംഗറ്റിക് പ്ലെയിൻ. അവിടെ ആളുകളുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്, കൃഷിയായിരുന്നു. അപ്പോ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരുന്നു അല്ലെ. ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇസ് ബിക്കം വെരി പുവർ. പിന്നെ അഗ്രികൾച്ചർ ആയിരുന്നു അവിടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു. ഈ ഒരു ടൈമിലാണ് ഇരുമ്പിന്റെ ഉപയോഗം കൂടിയത്. യൂസ് ഓഫ് അയൺ. അതൊക്കെ ലേറ്റർ വേദിക് ഏജിലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വേദിക് ഏജ് എന്ന് പറയുമ്പോൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് എന്ത് വേദിക് ഏജ് ഡെവലപ്പ് ചെയ്തു വന്നത്. ആര്യന്മാര് സാപ്ത സിന്ധു റീജിയനിലാണ് അവർ വന്നിട്ടുള്ളത്. അവര് പറഞ്ഞ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജില് ഒരു ലാംഗ്വേജ് ആണ് അവർ സ്പോക്ക് ചെയ്തത്. ഓക്കെ, പിന്നെ വേദിക് ഏജ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഏർലി വേദിക് ഏജ്. ഇറ്റ് ഈസ് ഇവോൾവ് ചെയ്തത് സാപ്ത സിന്ധു റീജിയനിലാണ്. ഓക്കെ, സെമി നൊമാഡ്സ് ആണ് അവിടെ നിന്നിരുന്നത്. ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്, സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ലേറ്റർ വേദിക് ഏജിൽ സ്ത്രീകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ പുവർ ആയിരുന്നു. ഗംഗറ്റിക് പ്ലെയിനിലാണ് അവരുടെ ഉള്ളത്. അഗ്രികൾച്ചർ ബിക്കം വെരി their profession and use of iron is increased in ഇരുമ്പിന്റെ ഉപയോഗം കൂടുതൽ യൂസ് ചെയ്ത ലേറ്റർ വേദിക് ഏജിലാണ്. ഓക്കെ, ഏർലി വേദിക് ഏജിലാണ് ഋഗ്വേദ, ലേറ്റർ വേദിക് ഏജിലാണ് സാമവേദ, അഥർവവേദ എന്നും കൂടെ മക്കൾ ഓർക്കണം. പിന്നെ യൂസ് ഓഫ് അയൺ ഇസ് ദെയർ. അയണിന്റെ ഉപയോഗം കൂടിയത് ഈ ഒരു ടൈമിലാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ പ്രീവിയസ് സെഷനിൽ നമ്മൾ സ്റ്റോൺ ഏജിന്റെ ഡിവിഷൻസ് ഡിസ്കസ് ചെയ്തതാണ്. ഏതൊക്കെയാണ് സ്റ്റോൺ ഏജിന്റെ ഡിവിഷൻസ് മക്കൾ പറഞ്ഞേ? ഇറ്റ് ഈസ് പാലിയോലിത്തിക്, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, മെസോലിത്തിക് ഏജ്, നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിലെ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് അല്ലെ, പരുക്കൻ കല്ലുപകരണങ്ങളാണ്. മെസോലിത്തിക് ഏജിൽ സൂക്ഷ്മ ശിലകൾ, മൈക്രോ ലിറ്റ്സുകളാണ് അല്ലെ, വെരി സ്മോൾ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നാഗരികതയുടെ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു ഏജ് ആണ് നിയോലിത്തിക് ഏജ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ മെറ്റൽ ഏജ് അല്ലെ, ലോഹയുഗം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെറ്റൽ ദാറ്റ് ഇസ് യൂസ്ഡ് ബൈ ഹ്യൂമൻ എന്ന് പറയുന്നത് കോപ്പർ ആണെന്ന് പഠിച്ചു. പിന്നെ മെറ്റൽ ഏജിന്റെ ഡിവിഷൻസ്, കാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ കോപ്പർ ടൂൾസും സ്റ്റോൺ ടൂൾസും അല്ലെ, ചെമ്പ് ഉപകരണങ്ങളും കല്ലുപകരണങ്ങളും ഒരേ രീതിയിൽ യൂസ് ചെയ്ത ഏജിന് നമ്മൾ കാൽക്കോലിത്തിക് ഏജ് എന്നാണ് പറയുന്നത്. പിന്നെ ബ്രോൺസ് ഏജ് എന്ന് പറയുമ്പോൾ വെങ്കല യുഗമാണ്. വെങ്കല യുഗത്താണ് നമ്മൾ നാഗരികത, അർബണൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ ഇവോൾവ് ചെയ്തത് വെങ്കല യുഗത്തിലാണ്. ഓക്കെ, അതുകൂടാതെ സിറ്റീസ് ആയിട്ടുള്ള ഹാരപ്പ,
മോഹൻജദാരോ ലോകത്തിലൊക്കെ ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, പബ്ലിക് ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്തൊരു പീരീഡ് ആയിരുന്നു വെങ്കലയുഗം. പിന്നെ ലാസ്റ്റ് വൺ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വേദിക് ഏജ് ആണ്. ഹാരപ്പൻ സിവിലൈസേഷന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് വേദിക് ഏജ്. ആര്യൻസ് ഇവിടേക്ക് വരികയും അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെയിൻലി എങ്ങനെയാണ്, ഇറ്റ് ഈസ് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലെ ഒരു ലാംഗ്വേജ് ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവരുടെ ആ ഒരു വേദിക് ഏജ് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാ മക്കളെ? ഏർലി വേദിക് ഏജ് ആയിട്ടും ലേറ്റർ വേദിക് ഏജ് ആയിട്ടും. ഏർലി വേദിക് ഏജിൽ ഉണ്ടായിരുന്നൊരു ബുക്കായിരുന്നു എന്ത്? ഋഗ്വേദ ആ ഒരു ടൈമിലാണ് കമ്പോസ് ചെയ്തത്. ലേറ്റർ വേദിക് ഏജിലാണ് സാമവേദ, യജുർവേദ, അഥർവവേദ ഒക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏർലി വേദിക് ഏജ് എവിടെയായിരുന്നു അതിന്റെ പ്ലേസ്? സപ്ത സിന്ധു റീജിയൻ. ആ ഒരു ടൈമില് ആളുകള് സ്ഥിരം അവിടെ വസിക്കുന്നവരല്ല, സെമി നൊമാഡ്സ് ആയിരുന്നു, ടെമ്പററി സെറ്റിലേഴ്സ് ആയിരുന്നു. ആ ഒരു കാലഘട്ടം സ്ത്രീകളുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു എന്ന് മക്കൾ ആലോചിക്കണം. പിന്നെ ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് അത് എവിടെയായിരുന്നു? അതിന്റെ ലൊക്കേഷൻസ് ഗംഗറ്റിക് പ്ലെയിനിലേക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ. പിന്നെ അവിടെ വുമൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പുവർ ആയിരുന്നു, അത്ര നല്ല സ്റ്റാറ്റസ് അല്ലായിരുന്നു സ്ത്രീകളുടെ. പിന്നെ യാഗ കാര്യം കൂടെ പറയണം അല്ലെ. യാഗാസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള അല്ലെ, ചെറിയ രീതിയിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ കുടുംബത്തിലെ തലവനായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന യാഗാസ് ആയിരുന്നു ഏർലി വേദിക് പീരീഡിൽ. പക്ഷെ ഇവിടെയോ യാഗാസ് എന്തായി? എക്സ്പെൻസീവ് ആയി മാറി അല്ലെ, വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറി. അത്തരം കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. പല ഏജസിനെ കുറിച്ചും ഹ്യൂമൻ പ്രോഗ്രസ്. ഇന്ന് നമ്മൾ 21st സെഞ്ചുറിയിൽ എത്തി നിൽക്കുന്നു. എന്തൊക്കെ വലിയ, അപ്പൊ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ എന്തൊക്കെ വലിയ ചേഞ്ചസ് ഇതാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഞ്ചുറിയിൽ എത്തി നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.